ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇന്നൊരു കൃഷിയുടെ വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കർണാടകയിലെ ഒരു മല്ലിക മാമ്പഴത്തോട്ടത്തിൽ പോകുകയും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കാം. ആ മല്ലിക മാമ്പഴം വളരെ രുചിയുള്ളത് ആയിരുന്നു. എൻ്റെ വീട്ടിൽ ഡാഡി നട്ട കുറേ വെറൈറ്റി മാവുകൾ ഉണ്ടെങ്കിലും മല്ലിക മാമ്പഴത്തിൻ്റെ തേൻ മധുരം വേറെ ഒരു ലെവലാണ്. എൻ്റെ അമ്മയ്ക്കും വൈഫ് സിന്ധുവിനും മകൾ ഇഷയ്ക്കും മല്ലിക മാമ്പഴം നല്ലതുപോലെ ഇഷ്ടമായി. അന്നേ ഞങ്ങളുടെ പറമ്പിലും ഒരു മല്ലിക മാവ് നടണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴാണ് നല്ല ഒരു മല്ലിക മാവിൻ തൈ കിട്ടിയത്. മല്ലിക ഒരു സങ്കര ഇനം മാങ്ങയാണ്. ഇന്ത്യൻ ഇനങ്ങളായ നീലം, ദാശേരി എന്നിവ സംയോജിപ്പിച്ചാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. നന്നായി പഴുക്കുമ്പോൾ മല്ലിക മാമ്പഴത്തിന് കാവി കലർന്ന മഞ്ഞ നിറമായിരിക്കും. മാങ്ങയുടെ ഉൾഭാഗത്തിനും ഈ നിറമുണ്ട്. നാരുകളില്ലാത്ത മൃദുവായ മാങ്ങയാണിത്. ഗ്രാഫ്റ്റ് ചെയ്ത മല്ലിക മാവ് ഒരു ചെറിയ വലിപ്പത്തിൽ നിലനിൽക്കുന്നതിനാൽ വീട്ടുപറമ്പുകളിൽ വളർത്താൻ ഇത് വളരെ അനുയോജ്യമാണ്. ഇത് മികച്ച വിളവ് തരുന്നു. ഞാൻ ഒരു കൃഷിക്കും രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. നടുന്ന സ്ഥലത്തെ മണ്ണ് നന്നായി കിളച്ച് ജൈവവളം, ചകിരിച്ചോറ് എന്നിവ ചേർത്ത ശേഷമാണ് ഞാൻ തൈകൾ നടാറുള്ളത്. ഞാൻ ചകിരിച്ചോറ് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാറുണ്ട്. ഇത് ചെടികളുടെ വേരോടാൻ ഏറെ സഹായിക്കുന്നു. ഞാൻ ചാണകപ്പൊടിയും സ്റ്റെറാമീലുമാണ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. എൻ്റെ ഫാദർ ഇൻ ലോ ആണ് രാസവളം മണ്ണിൽ തൊടിയിക്കരുത് എന്ന് പറഞ്ഞ് 25 വർഷം മുൻപ് ഞാൻ മോഹിത് നഗർ കവുങ്ങിൻ തൈകൾ നട്ടപ്പോൾ സ്റ്റെറാമീൽ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഇന്ന് ഞാൻ ആനിമീൽ എന്ന ജൈവവളമാണ് ഇടുന്നത്. അത് കഴിഞ്ഞ തവണ ഉപയോഗിച്ചിട്ട് വളരെ നന്നായി തോന്നി. എൻ്റെ പ്രിയപ്പെട്ട അയൽവാസിയായ റോബിൻ്റെ മൈസൂർ റോഡിലുള്ള ഫ്രണ്ട്സ് എന്ന വളക്കടയിൽ നിന്നാണ് ഞാൻ ചകിരിച്ചോറും ആനിമീലും വാങ്ങിയത്. ചകിരിച്ചോറ് 600 രൂപയാണ് 50 കിലോയുടെ വില. 1550 രൂപയാണ് 50 കിലോ ആനിമീൽ ജൈവവളത്തിൻ്റെ വില. ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന സപ്പോട്ട അല്ലെങ്കിൽ ചിക്കുവാണ് ഇപ്പോൾ നടുന്നത്. ചിക്കു വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും എണ്ണിയാൽ ഒടുങ്ങാത്ത ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ഫ്രൂട്ടാണ് സപ്പോട്ട. ഇതിന് നല്ല മധുരമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊക്കെ ചിക്കു ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറില്ലേ? ഞാൻ ഇന്ന് നട്ട ചെടികളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഭാവിയിൽ വരുന്ന വീഡിയോകളിൽ നിങ്ങളെ കാണിക്കാം. ഇതോടൊപ്പം വാങ്ങിയ കുറച്ച് കേരശ്രീ തെങ്ങിൻ തൈകളും ഇപ്പോൾ നടാനുണ്ട്. വീഡിയോ ലെങ്തി ആയി പോകുന്നതിനാൽ അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അജയ് ബേബി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.